വൈജയന്തി വാടക വീട്ടിലേക്ക് മാറിയതോടുകൂടെ ആ വീട്ടിൽ വീണ്ടും ആകെ പ്രശ്നങ്ങളാവാണ്. ബാലചന്ദ്രൻ വൈജയന്തി എന്ത് ചെയ്താലും തനിക്ക് യാതൊരു കൂസലുമില്ല എന്ന മട്ടിലാണ്. എന്നാൽ അലീന ബാലചന്ദ്രൻ്റെ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട്, അച്ഛ വേണ്ടെന്ന് പറയരുത്, ഞാൻ ഇവിടുന്ന് പോവേണ്ടവളാ. ബബിതയും രോഹിത്തും എല്ലാം ഇപ്പോൾ നേർവഴിക്കായി. രോഹിത്ത് ഇനി ഒരിക്കലും പഴയ കൂട്ടുകെട്ടിലൊന്നും പോയി ചാടില്ല. ബബിതയും എനിക്ക് നല്ല വിശ്വാസമുണ്ട് മോളെ. അതുകൊണ്ടല്ല നിന്നെ എവിടേക്ക് പറഞ്ഞു വിടും. നീ പോയി കഴിഞ്ഞാൽ ഈ വീട് പഴയതുപോലെ ആവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വൈജയന്തി അവളും ഞാനും ഒരു കൂരക്കുള്ളിൽ കഴിയുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളെ ഞാൻ ഭാര്യയായിട്ട് കാണാൻ പോകുന്നില്ല. സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാൻ തന്നെ ഞാനും തയ്യാറാണ്. അച്ഛാ, എനിക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അച്ഛനെല്ലാം പറഞ്ഞോ? എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഒടുവിൽ അലീനെ ഇനി ഈ നരകത്തിലിട്ട് കഷ്ടപ്പെടുത്താൻ പാടില്ല. അവളെ സുരക്ഷിതമായിട്ടൊരു കൈകളിൽ എത്തിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ബാലചന്ദ്രൻ ആഗ്രഹിക്കാണ്. അങ്ങനെയാണ് സ്റ്റാലിൻ്റെ പേരും അഡ്രസ്സും അയാളുടെ വീടെല്ലാം കണ്ടുപിടിച്ച് ബാലചന്ദ്രൻ 23 വയസ്സുള്ള ഒരു മകൾ നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം അറിയിക്കുന്നത്. ആ ഒരു സീനൊക്കെ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ സ്റ്റോറി ഇവിടെ പറയാത്തത്. അങ്ങനെ വീണ്ടും അലീന പോകുന്ന ആ ഒരു ദിവസം വന്നെത്താണ്. അലീനയെ കണ്ടതും തൻ്റെ അമ്മച്ചിയെ പോലെയാണെന്ന് സ്റ്റാലിന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ അമ്മച്ചി എങ്ങനെയായിരുന്നോ അതേ മുഖം, അതേ ചിരി, അതുപോലെ തന്നെ പറിച്ചെടുത്ത് വെച്ചതുപോലെ തൻ്റെ അമ്മച്ചിയെ ഓർമ്മ വന്നു അയാൾക്ക്. പിന്നെ അലീനയെ ഒട്ടും തന്നെ കൈവിടാൻ അയാൾക്ക് മനസ്സ് വന്നിരുന്നില്ല. ഒടുവിൽ തൻ്റെ മകളെ ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കാമെന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് വാക്ക് പറയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അയാളുടെ വീട്ടിലേക്ക് അലീനയെ എത്തിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അലീനയോട് അച്ഛൻ്റെ അടുത്തേക്കാണെന്ന് ആദ്യം പറയില്ല. അങ്ങനെ വാടക വീട്ടിൽ പോയി വൈജയെ കാണുന്നുണ്ട്. രോഹിത്തും അലീനയും കൂടെ കോളിംഗ് ബെല്ല് അമർത്തുമ്പോൾ വൈജ വരികയാണ്. വൈജയെ കണ്ടതും അലീനയെ കണ്ടതും വൈജയുടെ മുഖം കറുക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഇവിടെയും എനിക്ക് സ്വസ്ഥയും സമാധാനം തരില്ലെന്ന് തീരുമാനിച്ചോ? അത് പിന്നെ മാഡം, ഒരു കാര്യം പറയാൻ വന്നതാ. എന്ത് കാര്യം? നിന്റെ ഒരു കാര്യം എനിക്ക് കേൾക്കേണ്ട. ഞാൻ പോവാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ മാഡം അവിടേക്ക് തിരിച്ചു വരുമല്ലോ. ആ ഒരു ഉറപ്പ് കിട്ടാനാ ഞാൻ വന്നത്. നീ അവിടുന്ന് പോയാൽ മാത്രം മതി. ഞാൻ വരുന്നുണ്ടോ ഇല്ലേ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. അതെൻ്റെ ഭർത്താവും കുട്ടികളും താമസിക്കുന്ന വീടാണ്. വൈജയന്തിക്ക് തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോവും. അത് അറിയാം. നീ ആരടി? പക്ഷേ മാഡം അവിടേക്ക് വരണം. അത് മാത്രമേ ഞാൻ കാരണം ഇനി മാഡത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓ, നീ കാരണം നീ ഉണ്ടാക്കി വെച്ച ബുദ്ധിമുട്ടുകൾ തന്നെ തീരെ ഈ ജന്മം തന്നെ വേണ്ടി വരും. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാ മാഡം എന്നെ ഇങ്ങനെ പറയുന്നത്? ഒരിക്കൽ മാഡത്തിന് മനസ്സിലാവും എല്ലാം. അന്ന് ഈ കടപ്പാടും കടം തീർക്കാൻ പറ്റുമെന്ന് മാഡം കരുതേണ്ട. ഓ, എനിക്കറിയാം. നീ ഒന്ന് പോയി തന്നാൽ മതിയെ. പരിഹാസത്തോടെ വൈജയന്തി പറയുമ്പോൾ അവളെ ഒന്ന് നോക്കിയിട്ട് രോഹിത് പറയും, മതിയായില്ലേ, നിർത്ത്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി വീണ്ടും തിരികെ വീട്ടിലേക്ക് വരാട്ടോ. ഒടുവിൽ കൃഷ്ണയും രോഹിത്തും ബബിതയും കൂടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. ഞങ്ങൾ അമ്മയെ കാണാനൊന്ന് പോട്ടെ. എന്താ 3 പേരും കൂടെ? അല്ല, അലീന ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞു വിടരുതെന്നും നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ കഴിയാമെന്നും അമ്മയോടൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ അമ്മ അതിന് സമ്മതിക്കുമെന്ന്? പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി അമ്മ സമ്മതിച്ചെങ്കിലോ? നിങ്ങളുടെ ഇഷ്ടം പോലെ 3 പേരും പോയി വൈജയോട് സംസാരിച്ചെങ്കിലും യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല. വൈജ അവർക്ക് നേരെ തട്ടിക്കേറി ഇത്രയും കാലം നിങ്ങളെ നോക്കിയത് അലീന എന്ന ആ കുരുത്തം കെട്ടവളാണോ? അല്ലല്ലോ, നിങ്ങളുടെ അമ്മയല്ലേ അവൾ എന്ന ആ വീട്ടിലേക്ക് വന്ന് അന്ന് മുതൽ കഷ്ടപ്പാടും നഷ്ടങ്ങളും മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അവളുള്ള ആ വീട്ടിൽ ഒരിക്കലും ഞാൻ കാലുകുത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ വേണോ അതോ വീട്ടുജോലിക്കാരിയെ വേണമെന്ന് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക. അമ്മയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ 3 പേരും ഇറങ്ങുന്നുണ്ട്. ഇറങ്ങാൻ നേരം കൃഷ്ണജ പറയും, അമ്മേ ഇതിന് ഒരുപാട് ഖേദിക്കും, ഒരുപാട് വില അമ്മ കൊടുക്കേണ്ടി വരും. അന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. വീട്ടുവേലക്കാരി വീട്ടിൽ നിന്ന് പോകുന്നതോർത്ത് ഞാൻ നെഞ്ചത്തടിച്ച് കരയാനോ? നിനക്കെന്താടി, നിന്റെ അച്ഛൻ്റെ ബുദ്ധിയാണോ എന്ന് ചോദിച്ച് അവളെ പരിഹസിച്ച് വിടാണ്. അതോടുകൂടെ 3 പേരുടെയും തീരുമാനം മാറ്റുന്നുണ്ട്. സങ്കടത്തോടെയാണെങ്കിലും എല്ലാവരും അലീനയെ യാത്രയാക്കുന്നുണ്ട്. അലീന പോയി കഴിഞ്ഞപ്പോൾ ആ വീടാകെ ഉറങ്ങിയ പോലെ. പക്ഷേ അവൾ നൽകിയ ആത്മവിശ്വാസവും ധൈര്യം 3 പേരും കൈവിട്ടില്ല. അവൾ പറഞ്ഞ പ്രകാരം തന്നെ 3 പേരും കൂടി വീട്ടിലെ ജോലികൾ ചെയ്ത് സ്കൂളിലും കോളേജിലും പോയി നല്ല കുട്ടികളായി വരുന്നുണ്ട്. ഈ സമയം വൈജയ്ക്കങ്ങ് അസൂയ വരാട്ടോ. തൻ്റെ മക്കൾ അവൾ പറഞ്ഞ പ്രകാരം നടക്കുന്ന. അങ്ങനെ ഇപ്പോൾ വേണ്ട, ഈ വീട്ടിലെ ജോലികളെല്ലാം എനിക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. പിറ്റേ ദിവസം
ദിവസം മുതൽ വൈജ അടുക്കള കയറി ജോലികളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, അല്ല അമ്മ കിച്ചണിൽ കയറിയോ? എന്താടി എൻ്റെ വീട്ടിലെ കിച്ചണിൽ തനിക്ക് കയറാൻ പാടില്ല എന്നുണ്ടോ? ഓ അമ്മ ഇത്രയും നാൾ പുറത്തിറങ്ങിയിരുന്നില്ലല്ലോ, അമ്മയുടെ അസുഖമൊക്കെ ഭേദമായോ? എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും വെച്ച് വിളമ്പി തരാൻ. അങ്ങനെ വൈജ പാചകങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ അലിനയോടുള്ള ആ ഒരു ദേഷ്യവും ഇഷ്ടക്കേടും തന്നെയാണ് തൻ്റെ മക്കൾ അവൾ പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കേണ്ട എന്നൊരു രീതി ആയതുകൊണ്ട് തന്നെയാണ് വൈജ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. അങ്ങനെ മക്കളെല്ലാവരും വൈജ ഉണ്ടാക്കിയതല്ല ഒരക്ഷരം മിണ്ടാതെ കഴിച്ച് അവർ കോളേജിൽ സ്കൂളിലെല്ലാം പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇടയ്ക്കെല്ലാം അലീനെ കാണാനായിട്ട് സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് ബാലചന്ദ്ര പോകുന്നുണ്ട്. എന്നിട്ട് രാവിലെ പോയാൽ ഏറെ വൈകിയാണ് തിരികെ വരുന്നത്. ഇതിനെ തുടർന്ന് വൈജയന്തി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എവിടെ പോയതാ? കടയിൽ പോയപ്പോൾ ബാലചന്ദ്രൻ അവിടേക്ക് എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ കടയിൽ പോവാണെന്ന് പറഞ്ഞ് എവിടേക്കാ ബാലചന്ദ്രൻ ഈ പോകുന്നത്? ഇവിടുന്ന് എത്രയോ ജോലിക്കാർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ പുറകെ പോയി കാണുന്നതാണോ ബാലചന്ദ്രൻ്റെ പതിവ്? അലീനയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത? അല്ല നിങ്ങൾ പോയപ്പോൾ എന്തുകൊണ്ടാ ഇവരൊന്നും കൊണ്ടുപോകാത്തത്? നിങ്ങൾ അവളെ ഏത് ഹോട്ടലിലാണ് താമസിപ്പിച്ചത്? ഇതെല്ലാം കേട്ടിട്ട് ബാലചന്ദ്രൻ അടിമുടി വിറക്കുന്നുണ്ട്. വൈജയന്തി മുഖത്തേക്ക് ദേഷ്യത്തിൽ നോക്കിയിട്ട് ഇതിനെല്ലാം ഉത്തരം നീ തന്നെ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഞാൻ പറയുന്നത്? എനിക്കറിയണം ബാലചന്ദ്രൻ അവളെ രഹസ്യമായിട്ട് എവിടെയാ പാർപ്പിച്ചതെന്ന്. എന്തായാലും ഇത് പറയാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവാ. ആ സമയത്ത് മക്കളുടെ മുഖത്ത് നോക്കി വൈജയന്തി പറയുന്നുണ്ട്, കേട്ടില്ലേ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത്? അവൾ എവിടെയോ രഹസ്യമാക്കി വെച്ചാ. നിങ്ങൾ ചോദിച്ചിട്ട് പോലും അലീന എവിടെയാണെന്ന് നിങ്ങൾ അച്ഛൻ നിങ്ങളോട് പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ അച്ഛന് ഒളിച്ചു കളി. എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയിക്കാത്തത്? അഡ്രസ്സ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് തന്നോ? നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ അച്ഛൻ്റെ കള്ളക്കളികളാണ്. നിങ്ങളുടെ അച്ഛൻ്റെ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ അവളും നിങ്ങളുടെ അച്ഛനും എന്തോ അരുതാത്ത ബന്ധമുണ്ട്. അത് നിങ്ങൾ കാണുമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ കൂടെ കൊണ്ടുപോകാത്തത്. രോഹിത്തിനും ബബിതും ഇത് കേട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അയ്യേ അമ്മ വൃത്തികെട്ട നാവ് കൊണ്ട് വൃത്തികേട് പറയരുത്. അച്ഛനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നത്? എടി നീ നിന്റെ അച്ഛൻ്റെ പക്ഷത്താ, അതുകൊണ്ടാ. ആ സമയം സംശയത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നത് കണ്ട് രോഹിത് നോക്കുമ്പോൾ ബാലചന്ദ്രൻ വല്ലാതെയായി പോവാ. തൻ്റെ മകൻ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊരു തോന്നല്. അങ്ങനെ അന്ന് രാത്രി ബാലചന്ദ്രൻ എല്ലാം രോഹിത്തിനോട് പറയുന്നുണ്ട്. രോഹിത്ത് അച്ഛൻ്റെ റൂമിലേക്ക് പോയതാ. അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. എന്തുകൊണ്ടാ ആലിന ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങളെ അറിയിക്കാത്തത്? ബാലചന്ദ്രൻ ഇത് കേട്ടതും തൻ്റെ മകൻ തന്നെ തെറ്റിദ്ധരിക്കും എന്ന് ഭയന്നോട് തന്നെ ബാലചന്ദ്രൻ പൂർവ്വകഥ വൈജയുടെ പഴയകാല ജീവിതകഥയും അലീനെ തൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന സത്യവും എല്ലാം ബാലചന്ദ്രനെ അന്നേരം രോഹിത്തിനോട് തുറന്ന് പറയേണ്ടി വരികയാണ്. അതോടുകൂടി രോഹിത് അങ്ങ് ഇല്ലാതായി പോവാട്ടോ. അങ്ങനെ രോഹിത്തും വാശി പിടിക്കുന്നുണ്ട് ചേച്ചിയെ കാണണമെന്ന്. അങ്ങനെ അലീനയുടെ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് രോഹിത് 2 ദിവസം പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് രോഹിത്തും ബാലചന്ദ്രനും പോയതറിഞ്ഞ് വൈജയന്തി കലി തുള്ളാട്ടോ. അങ്ങനെയാണ് രോഹിത് വീണ്ടും അമ്മയുടെ മുമ്പിൽ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട്, അമ്മ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ചെന്നോ അച്ഛന് മകളുണ്ടോയെന്നോ എനിക്കറിയത്തില്ല എന്ന മട്ടിൽ സംസാരിക്കുമ്പോൾ വൈജയ്ക്ക് അങ്ങ് പേടിയാവട്ടോ. തൻ്റെ മകൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ മനസ്സിലാക്കിയെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ്റെ ഫോണിൽ നിന്ന് തന്നെ വൈജ ആ സത്യം കണ്ടുപിടിക്കുന്നുണ്ട്. അലീന അവൾ എവിടെയാണ് താമസം? അവളെയും കൊണ്ട് എവിടെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്? അവളെ തനിക്കൊന്ന് കാണണം. തൻ്റെ കുടുംബം പോയി കഴിഞ്ഞിട്ടും അവൾ എന്തിനാണ് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ അവൾ ഇവരുമായിട്ട് കോണ്ടാക്റ്റ് എന്നെല്ലാം കരുതിക്കൊണ്ട് തന്നെ അലിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വൈജ. പക്ഷേ അലിയുടെ നമ്പർ തൻ്റെ കയ്യിലില്ല. കൃഷ്ണമോളോടൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇപ്പം എന്തിനാ അലിന ചേച്ചിക്ക് ഒരു സമാധാനം കൊടുക്കില്ലെന്ന് അമ്മ തീരുമാനിച്ചോ? എൻ്റെ കയ്യിലൊന്നുമില്ല അലിന ചേച്ചിയുടെ നമ്പർ. ഓ നിൻ്റെ കയ്യിലും നമ്പർ ഇല്ല എൽഡി? എനിക്കറിയാം. രോഹിത്തും ബബിതയോടും ചോദിച്ചാലും അവരും തന്നെ അതേ മറുപടി പറയണേ. അവരുടെ കയ്യിലുണ്ട്. അമ്മയുടെ കയ്യിൽ ആ നമ്പർ കിട്ടിൽ ഒരിക്കലും അലിന ചേച്ചിക്ക് ഒരു സ്വസ്ഥയും സമാധാനം കൊടുക്കില്ലെന്ന് മനസ്സിലാക്കി അവർ കൊടുക്കാതിരുന്നത്. നിങ്ങളൊന്നും എനിക്ക് തരേണ്ട നമ്പർ എനിക്കറിയാം എങ്ങനെ നമ്പർ കിട്ടണമെന്ന്. അതും പറഞ്ഞുകൊണ്ട് തന്നെ വൈജയ് റൂമിൽ കയറി വാതിലടക്കുക. പിറ്റേ ദിവസം രാവിലെ എല്ലാ കുട്ടികളെല്ലാം കോളേജ് സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ ബാലചന്ദ്രൻ ഓഫീസിലേക്ക് പോകാൻ തന്നെ കുറച്ച് സമയം വൈകുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ വാഷ്റൂമിലാണെന്ന് മനസ്സിലാക്കിയ വൈജയന്തി മെല്ലെ പടികൾ കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ്റെ ഫോണിൽ ചാർജിൽ വെച്ചതായിരുന്നു.
ആ സമയം വൈജയന്തി ആ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അലീനയുടെ കോൾ അതിലേക്ക് വരുന്നത്. ഒന്ന് മടിച്ചിട്ടാണെങ്കിലും വൈജയന്തി കോൾ എടുക്കണോ വേണ്ടിയോ ഒന്ന് സംശയം നിന്ന് പിന്നെ ഒന്നും മിണ്ടാതെ അവൾ ഫോണ് ചെവിയോട് ചേർക്കുന്നുണ്ട്. ആ സമയം അലീന അച്ഛ എന്ന വിളി കേൾക്കുന്നുണ്ട്. അച്ഛ എന്താ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? രോഹിത്തും ബബിതയും കൃഷ്ണമോളൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പോയ അച്ഛ എന്താ ഒന്നും മിണ്ടാത്ത റേഞ്ച് ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴൊന്നും അവളുടെ ഒരു കൊച്ചൻ എന്ന് പറഞ്ഞ് പെറുപെറുത്തോണ്ട് ഫോൺ കട്ട് ചെയ്യട്ടോ. അലീനയ്ക്ക് മനസ്സിലായി ഫോൺ എടുത്തത് മേഡാണെന്ന കാര്യം തൻ്റെ ശബ്ദം കേട്ടോണ്ടായിരിക്കും കട്ടാക്കിയത്. അച്ഛൻ്റെ ഫോണ് അമ്മ എടുക്കണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണോ കഴിയുന്നത് എന്നെല്ലാം ഓർത്ത് അലീന ഓർത്ത് നിൽക്കായിരിക്കും. വീണ്ടും വൈജയന്തി ഈ ഫോൺ എടുത്ത് സ്ക്രീനിൽ തൊടുന്നുണ്ട്. ഫോണ് ലോക്ക് ആയിരുന്നില്ല. അങ്ങനെ അതിലെ കോണ്ടാക്റ്റിൽ നിന്ന് അലീനയെ നമ്പർ എടുക്കുന്നുണ്ട്. ഗ്യാലറിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാണാണ്. അലീനയും ബാലചന്ദ്രനും ഒരുമിച്ചുള്ള ഫോട്ടോസും അതുപോലെ രോഹിത്തും ബബിതയും എല്ലാവരും കൂടുന്ന കുറേ സെൽഫികളും കാണാണ്. അങ്ങനെ ആ ഫോട്ടോ എല്ലാം മാറി മാറി നോക്കുന്നിടയിലാണ് നെട്ടലോടെ വൈജയന്തി ആ ഫോട്ടോ കാണുന്നത്. അലീനും സ്റ്റാലിൻ ജോസഫ് എന്ന തൻ്റെ കാമുകനും താൻ പ്രണയിച്ച് വിശ്വസിച്ച് നടന്നിരുന്ന അവരുമൊത്തുള്ള ആ ഒരു ഫോട്ടോ കണ്ടതും സ്റ്റെക്കായി നിൽക്കാനട്ടോ. സ്റ്റാലിനും അലീനയും ചേർത്ത് പിടിച്ച് നിൽക്കുന്നു. അച്ഛനും മകളും പോലെ ഇവർ തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെയാണ് സ്റ്റാലിനും അലീനയും തമ്മിലുള്ള പരിചയം? അതെല്ലാം ഓർത്തുകൊണ്ട് ആ ഫോട്ടോയിലേക്ക് തന്നെ മേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും ഫോൺ മാറ്റുന്ന സമയത്തെല്ലാം അവൾ അയാളുടെ മകളെ പോലെ നെഞ്ചിലേക്ക് വീണും അയാളുടെ കാറിൽ കയറിയും രണ്ടുപേരുള്ള ഒരുപാട് സെൽഫികളെല്ലാം കണ്ട് നെട്ടി നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി. അങ്ങനെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ബാലചന്ദ്രൻ വരുന്നുണ്ട് തോന്നിയ വൈജയന്തി പെട്ടെന്ന് ആ ഫോൺ അവിടെ വെച്ചിട്ട് താഴേക്ക് വരുന്നുണ്ട്. അപ്പോഴും വൈജയുടെ മനസ്സിൽ ആഗ്രയിലുള്ള തൻ്റെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. തൻ്റെ ഏട്ടൻ്റെ ഓഫീസിലേക്ക് തൻ്റെ ഏട്ടൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വരുന്ന ആ ഒരു ചെറുപ്പക്കാരനെ സ്റ്റാലിൻ ജോസഫ് തന്നെയല്ലേ താൻ കണ്ടത്? അലീനയും അയാളും എന്താണ് ബന്ധം? എങ്ങനെ അലീന അവിടെ എത്തിപ്പെട്ടത്? ബാലചന്ദ്രൻ എങ്ങനെ അവളെ അവിടെ കണ്ടെത്തിയത്? അങ്ങനെ അതെല്ലാം ആലോചിച്ച് അവളുടെ തല പൊരിക്കുന്ന പോലെ തോന്നി. ഒരുപക്ഷെ ആ വീട്ടിലെ വേലക്കാരിയായിട്ടായിരിക്കും അലീന പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ സ്റ്റാലിൻ്റെയും കുടുംബം അവൾ തകർത്ത് കാണും. അതെല്ലാം ഓർത്ത് അവൾ അങ്ങ് നെട്ടി നിൽക്കണം കേട്ടോ. സ്റ്റാലിൻ ആരാണെന്ന് ബാലചന്ദ്രൻ അറിഞ്ഞിട്ടാണോ അവൾ അവിടേക്ക് അയച്ചത്? എന്താണ് ഇതിലെ പെണ്ണിലെ രഹസ്യം? അങ്ങനെ അതെല്ലാം ഓർത്തുകൊണ്ട് അവൾ അവിടെ തന്നെ നിൽക്കുക. ആഗ്രയിലെ ആ ഒരു ജീവിതവും അവർ വിവാഹം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കാനും അലീനയെ ഗർഭം ധരിച്ചതെല്ലാം ആ ഒരു സമയത്ത് വൈജയന്തി ചിന്തിക്കുന്നുണ്ട്. ഈ സമയം വീണ്ടും ബാലചന്ദ്രൻ ഫോൺ റിങ് ചെയ്യട്ടോ. അത് അലീന ആയിരിക്കും. ആ സമയത്ത് ബാലചന്ദ്രൻ കോൾ എടുക്കുന്നത്. അച്ഛൻ എന്താ നേരത്തെ ഞാൻ വിളിച്ചിട്ട് മിണ്ടാഞ്ഞത്? ഞാൻ വാഷ്റൂമിലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ മേഡാണ് തോന്നുന്നു ഫോൺ എടുത്തത്. ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ എന്തൊക്കെയോ പെറുപ്പെറുത്ത് ഫോൺ കട്ട് ചെയ്യുന്നതും കണ്ടു. ഓ അവളാ വൈജയന്തി എൻ്റെ റൂമിലേക്ക് വന്നോ? അത് തന്നെയാ അച്ഛൻ ഞാൻ നോക്കുന്നത്. അമ്മ എപ്പോഴാണ് അച്ഛൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്? അവളെ എൻ്റെ റൂമിൻ്റെ പടി പോലും ഞാൻ കടത്തില്ല. പിന്നെ ഞാൻ വാഷ്റൂമിലായ സമയത്ത് അവൾ എന്തെങ്കിലും രഹസ്യം നീ എവിടെയാണോ താമസിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടാവും. അത് തന്നെ. എന്നിട്ട് അമ്മയ്ക്ക് വല്ല ക്ലൂവും കിട്ടിയോ? എങ്ങനെ കിട്ടാനാ? നീ എവിടെയാണെന്ന് ഞാൻ എൻ്റെ ഫോണിൽ എഴുതി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. എന്നാലും അച്ഛാ എനിക്കെന്തോ ഒരു പേടി പോലെ. നീ ടെൻഷൻ ആവേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്നാൽ വൈജ ആ ഫോട്ടോ കണ്ട കാര്യമൊന്നും ഇരുവരും അറിയുന്നില്ല. വൈജ ഒരു രഹസ്യാന്വേഷണത്തിനായിട്ട് തയ്യാറാവാട്ടോ. ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അലീന ഇപ്പോൾ എവിടെയാണ് ഗംഗേട്ടൻ അറിയാമോ? എന്താ വൈജയ നീ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അല്ല ഗംഗേട്ട, എനിക്കെന്തോ സംശയം. എന്ത് സംശയം? ബാലചന്ദ്രൻ അവളെ എവിടെയാണ് താമസിപ്പിച്ചത്? വല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ജോലിക്കാരിയായിട്ടാണോ? എനിക്കറിയത്തില്ല. ബാലചന്ദ്രൻ അതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് വൈജയന്തി സ്റ്റാലിനും അലീനയും ഒരുമിച്ചുള്ള ആ സെൽഫിയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടതോടുകൂടെ ഗംഗാധരമേനെ മനസ്സ് വല്ലാതെ ടെൻഷനാവാണ്. അത് ചിലപ്പോൾ അയാളുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ടായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക. എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ബാലചന്ദ്രന് സ്റ്റാലിനെ അറിയാമോ എന്ന് ചോദിക്കുക. വൈജി എനിക്കറിയില്ല. ഈ സംശയമൊക്കെ നിനക്ക് നേരിട്ട് നിൻ്റെ ഭർത്താവിനോട് ചോദിച്ചൂടെ? എങ്ങനെ അവൾ എവിടെയാണെന്ന കാര്യം പോലും എന്നോട് പറയുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഭ്രാന്ത് പിടിച്ച് ഗംഗയുടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അലീനയും സ്റ്റാലിൻ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് പുറപ്പെടുന്ന വൈജയുടെ നമുക്ക് പിന്നീട് കാണാൻ കഴിയാം. വൈജ ഒടുവിൽ ചെന്നത് തൻ്റെ ഹവീതത്തെക്കുറിച്ചും താൻ പ്രസവിച്ച മകളാണ് അലീനയെന്നും അറിവിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.